ഗുഡ് മോർണിംഗ് 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് ഡിസംബർ 26 ചൊവ്വാഴ്ച, ധനു 10. 100 ന്യൂസ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമലയിൽ മണ്ഡലപൂജ നാളെ. തങ്കയങ്കി വഹിച്ചുള്ള രഥയാത്ര ഇന്ന് ഉച്ചയോടെ പമ്പയിലെത്തും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന വൈകിട്ട് 6:30. ഘോഷയാത്ര കടന്നു പോകുന്നതിന്റെ ഭാഗമായി നിലയ്ക്കൽ നിന്ന് രാവിലെ 11 മണിക്ക് ശേഷവും പമ്പയിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷവും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം വീണ്ടും 1,00,000-ന് മുകളിൽ. KSRTCയുടെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ കോർപ്പറേഷന്റെ വരവ് ചെലവ് കണക്കുകളിൽ കൂടുതൽ വ്യക്തത വരും. ജീവനക്കാർക്കുള്ള മുഴുവൻ സാമ്പത്തിക ബാധ്യതയും തീർത്തെന്ന ആന്റണി രാജുവിന്റെ പരാമർശത്തിൽ യൂണിയനുകൾക്കിടയിൽ കടുത്ത അതൃപ്തി. നവകേരള യാത്രയ്ക്കിടയിലെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ കേസിൽ പ്രതിഷേധം ശക്തമാകുന്നു. പോലീസ് നടപടിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെയും വിമർശനം ശക്തം. CDR ചോർന്ന വിഷയത്തിൽ പ്രതിരോധത്തിലായി പോലീസും. CDR സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് CPI നേതാക്കളുടെ അക്കൗണ്ടിലൂടെ. റോബിൻ ബസ് വീണ്ടും സർവീസ് തുടങ്ങി. കോയമ്പത്തൂരിലേക്കുള്ള യാത്രയ്ക്കിടെ പത്തനംതിട്ട മൈലപ്രയിൽ ബസ് തടഞ്ഞ് മോട്ടോർ വാഹന വകുപ്പ്. യാത്രാരേഖകൾ പരിശോധിച്ച് ബസ് വിട്ടയച്ചു. സർവീസ് നടത്തുന്നത് നിയമം പാലിച്ചെന്ന് ബസ് അധികൃതർ. ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ നടത്തിപ്പിനുള്ള അഡ്ഹോക് കമ്മിറ്റിയെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ സംബന്ധിച്ച് അന്തിമ തീരുമാനമായെന്ന് സൂചന. സഞ്ജയ് കുമാർ സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി. സസ്പെൻഷൻ നടപടിക്കെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കവുമായി പുതിയ ഭാരവാഹികൾ. അറബിക്കടലിൽ നിരീക്ഷണം ശക്തമാക്കി നാവികസേന. തീരുമാനം വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ. കപ്പലിന് നേരെയുണ്ടായത് ഡ്രോൺ ആക്രമണം എന്ന് വിലയിരുത്തൽ. കൊച്ചിയിലെ വൈഗ കൊലക്കേസിൽ കോടതി വിധി നാളെ. 11 വയസ്സുകാരിയായ വൈഗയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയ കേസിൽ പ്രതി പിതാവ് സാനു മോഹൻ. കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെട്ട് ആൾമാറാട്ടം നടത്താനാണ് സാനു മോഹൻ കൊല നടത്തിയതെന്ന് പോലീസ്. നെയ്യാറ്റിൻകര പുത്തൻകടയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക പാലം തകർന്നു വീണു. നിരവധി പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. അപകടം ആളുകൾ കൂട്ടത്തോടെ പാലത്തിൽ കയറിയതോടെ. ലോകം കണ്ട വൻ ദുരന്തങ്ങളിലൊന്നായ സുനാമി ആഞ്ഞടിച്ചിട്ട് ഇന്നേക്ക് 19 വർഷം. ഭീമൻ തിരമാലകൾ കവർന്നെടുത്തത് 2.5 ലക്ഷത്തോളം ജീവനുകൾ. കേരളത്തിൽ മരിച്ചത് 236 പേർ. ഇന്നും ദുരന്തത്തിന്റെ മുറിവുണങ്ങാതെ കഴിയുന്നത് 10,000-ങ്ങൾ. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ജമ്മു സന്ദർശിച്ചേക്കും. സുരക്ഷാ സാഹചര്യം നേരിട്ട് വിലയിരുത്തും. ഇന്നലെ സൈനിക മേധാവി ജനറൽ മനോജ് പാണ്ഡെയും മേഖല സന്ദർശിച്ചിരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മഴ വ്യഞ്ജനാകുമോ എന്ന ആശങ്കയിൽ ആരാധകർ. മത്സരം ഉച്ചയ്ക്ക് 1:30. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം സെഞ്ചുറിയനിലെ സൂപ്പർ സ്പോർട്ട് പാർക്കിൽ. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ അന്തിയുറങ്ങിയിരുന്ന ദമ്പതികൾക്ക് വീടൊരുക്കി ഫിലോകാലിയ ഫൗണ്ടേഷൻ. തൃശൂരിലെ ചേർപ്പിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ഉണ്ണികൃഷ്ണനും ഭാര്യ രാധയ്ക്കും വീടിന്റെ താക്കോൽ ഫിലോകാലിയ ഫൗണ്ടേഷനിലെ മാരിയോ ജോസഫും ജിജി മാരിയോയും ചേർന്ന് നൽകി. തിരുവനന്തപുരം വർക്കലയിൽ ഹോട്ടൽ ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 പേർ പിടിയിൽ. വർക്കല സംസം ഹോട്ടൽ ഉടമ നൌഷാദിനെ ആക്രമിച്ചത് ഈ മാസം 17-ന്. തലശ്ശേരിയിൽ മദ്യലഹരിയിൽ SIയെ ആക്രമിച്ച യുവതി അറസ്റ്റിൽ. പിടിയിലായത് തലശ്ശേരി കൂളി ബസാർ സ്വദേശി റസീന. ആക്രമണം വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ. കോഴിക്കോട് ചുള്ളിയോട് വളർത്തുനായിയെ ബൈക്കിൽ കെട്ടി റോഡിലൂടെ വലിച്ചിഴച്ചു. ചുള്ളിയോട് വാടകയ്ക്ക് താമസിക്കുന്ന 2 പേരാണ് മിണ്ടാപ്രാണിയോട് ക്രൂരത കാട്ടിയതെന്ന് നാട്ടുകാർ. കൊല്ലം ആവണീശ്വരം മേൽപ്പാലത്തിന്റെ തുടർ നടപടി വേഗത്തിലാക്കണമെന്ന് നാട്ടുകാർ. കൊല്ലം ചെങ്കോട്ട ബ്രോഡ്ഗേജ് പാതയുടെ ഭാഗമായ ഇവിടെ മേൽപ്പാലം നിർമ്മിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് പദ്ധതി തയ്യാറാക്കിയിരുന്നു. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഉള്ളവർക്ക് തിരുവനന്തപുരം, കൊല്ലം എന്നിവിടങ്ങളിലേക്ക് വേഗം എത്താൻ കഴിയുന്ന പാതയുടെ ഭാഗമാണ് ആവണീശ്വരം. ശബരിമലയിൽ ശർക്കരയ്ക്ക് പിന്നാലെ അരവണ കണ്ടെയ്നറിനും ക്ഷാമമുണ്ടാകുമെന്ന് ആശങ്ക. 30 ലക്ഷം അരവണ ഡപ്പിക്കായി ദേവസ്വം ബോർഡ് അടിയന്തര ടെൻഡർ ക്ഷണിച്ചു. ഇത്തവണ 2 കോടി അരവണ ഡപ്പിക്കാണ് ദേവസ്വം ബോർഡ് കരാർ നൽകിയത്.
ആലപ്പുഴയിൽ ദേശീയപാത വികസനം നടക്കുന്ന മിക്ക ഇടങ്ങളിലും ആവശ്യത്തിന് വെളിച്ചമില്ലെന്ന് പരാതി. റോഡിൽ വെളിച്ചമില്ലാത്തതിനാൽ രാത്രിയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. പാതയിൽ റിഫ്ലക്ടറുകളോ മുന്നറിയിപ്പ് സംവിധാനമോ ഇല്ലാത്തതും പ്രതിസന്ധിയാകുന്നു. ചേർത്തല റെയിൽവേ സ്റ്റേഷനു സമീപം ദേശീയപാതയോരത്ത് അപകടക്കെണിയായി ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ്. അനധികൃത പാർക്കിംഗ് റോഡ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിക്കുന്നെന്നും ആക്ഷേപം. തൃശൂർ വെറ്റിലപ്പാറ മേഖലയിൽ കാർഷിക വിളകൾക്ക് ഭീഷണിയായി ആഫ്രിക്കൻ ഒച്ചുശല്യം. റബ്ബർ മരങ്ങളിലും വാഴകളിലും കാണപ്പെടുന്ന ഒച്ചുകൾക്ക് വലുപ്പം കൂടുതലാണെന്ന് കർഷകർ. ഈർപ്പമുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത്. താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSK അനുവദിച്ച 15 ലക്ഷം രൂപ വിനിയോഗിച്ച് നടത്തുന്ന ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവാദം. ഗ്രൗണ്ടിലേക്കുള്ള പരമ്പരാഗത വഴി കെട്ടിയടക്കുന്നതിനെതിരെ പ്രദേശവാസികളായ കായിക പ്രേമികൾ എതിർപ്പുമായി രംഗത്തെത്തി. കോഴിക്കോട് നാദാപുരം മലയങ്ങാട്ട് പുലിയെ കണ്ടതായി നാട്ടുകാർ. വനപാലകർ പ്രദേശത്ത് പരിശോധന നടത്തി. ടാപ്പിംഗ് തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് അധികൃതർ. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ മരുതോങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. മാവേലി സ്റ്റോറുകളിൽ ഭക്ഷ്യവസ്തുക്കൾ കാലിയാക്കി ജനജീവിതം പൊറുതിമുട്ടിക്കുന്നെന്നും ആരോപണം. മുള്ളൻകുന്നിലെ മാവേലി സ്റ്റോറിന് മുന്നിൽ നടത്തിയ ധർണ KPCC അംഗം KT ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനി കോളിലെ നരണിപ്പുഴ കുമ്മിപ്പാലം ബണ്ട് തകർന്ന് 40 ലക്ഷം രൂപയുടെ നാശനഷ്ടം. പുഞ്ചകൃഷി ആരംഭിച്ച 200 ഏക്കർ പാടശേഖരമാണ് വെള്ളത്തിലായത്. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് ചോളത്തണ്ടും തീറ്റപ്പുല്ലും കൊണ്ടുവരുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയതോടെ പനമരത്ത് വൈക്കോലിന് ആവശ്യക്കാരേറുന്നു. വയനാട് ജില്ലയിൽ പുഞ്ചക്കൊയ്ത്ത് ആരംഭിച്ച പാടങ്ങളിൽ നെല്ലിനേക്കാൾ ആവശ്യക്കാരുള്ളത് വൈക്കോലിനാണ്. കണ്ണൂർ ആറളത്ത് ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. മുഴക്കുന്ന് പഞ്ചായത്തിലെ കാപ്പുംകടവ് കൂടലാട് മേഖലകളിലാണ് കാട്ടാന ഇറങ്ങിയത്. തൂക്കുവേലിയില്ലാത്ത ഭാഗത്തുകൂടി എത്തിയാണ് കൃഷി നശിപ്പിച്ചത്. ചെറുവത്തൂർ കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പന കേന്ദ്രം പൂട്ടിയിട്ട് മാസം 1 കഴിഞ്ഞു. വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് മദ്യം മാറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി തൊഴിലാളികൾ. സമവായത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നടപടി ആരംഭിച്ച് CPIM നേതൃത്വം. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി 2 പക്ഷിയിനങ്ങളെ കൂടി കണ്ടെത്തി. കുമ്പള ബംബ്രാന വയലിൽ നിന്ന് മുള്ളൻ പുൽക്കുരുവി, ഉദനൂർ വയലിൽ നിന്ന് കുടുമത്താറാവ് എന്നിവയാണ് പുതുതായി കണ്ടെത്തിയത്. കോഴിക്കോട് കുന്നമംഗലത്ത് വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി നിർമ്മിച്ച ബൈത്തുർ റഹ്മ കുടുംബത്തിന് കൈമാറി. 14 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബൈത്തുർ റഹ്മയുടെ താക്കോൽദാനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. നോക്കാം പ്രധാന അറിയിപ്പുകൾ. പത്തനംതിട്ട റാന്നി ഏഴോലി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 40ാമത് വോളിബോൾ ടൂർണമെന്റ് ഇന്നു മുതൽ. ASC ഫ്ലഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റ് DYSP B ബിനു ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മൂത്തകുന്നം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ECG ടെക്നീഷ്യന്റെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടിക്കാഴ്ച ഇന്ന് രാവിലെ 11:30. പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST അറബിക് അധ്യാപക തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം അടുത്ത മാസം 3 സ്കൂൾ ഓഫീസിൽ. ആറ്റിങ്ങൽ ഗവൺമെന്റ് ITI നടത്തുന്ന 3 മാസ ദൈർഘ്യമുള്ള സേഫ്റ്റി ഓഫീസർ ട്രെയിനിംഗ് കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു. +2 ITI ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴിക്കോട് വടകര ആയഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 28-ന്. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും DM അല്ലെങ്കിൽ DNB. അഭിമുഖം ഈ മാസം 29-ന് കോളേജിൽ. മലപ്പുറം മഞ്ചേരി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഒഴിവുള്ള HST മാത്തമാറ്റിക്സ് അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം അടുത്ത മാസം 1-ന്. മലപ്പുറം കടുങ്ങപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഇംഗ്ലീഷ്, സാമൂഹിക ശാസ്ത്രം എന്നീ വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 27-ന്. എടവണ്ണ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ HMCയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 28-ന്.
ബയോടെക്നോളജി വകുപ്പിന്റെ സ്കിൽ വിജ്ഞാൻ പ്രോഗ്രാമിന് കീഴിൽ കേരളത്തിലെ ഗവേഷണ സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ഈ മാസം 31. ദേശീയ വാർത്തകൾ. രാജ്യത്തെ ദരിദ്രരുടെയും സ്ത്രീകളുടെയും കർഷകരുടെയും ക്ഷേമമാണ് തനിക്ക് പ്രധാനപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇൻഡോറിലെ ഹുകുംചന്ദ് മില്ലിലെ തൊഴിലാളികൾക്ക് 224 കോടി രൂപയുടെ കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ശേഷം അമൃത് ഭാരത് ട്രെയിനുമായി ഇന്ത്യൻ റെയിൽവേ. അയോധ്യ ദർഭംഗ റൂട്ടിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. സാധാരണ ട്രെയിനിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാനാകും. പഞ്ചാബ് അമൃത്സറിൽ ഡ്രോൺ വഴി ഹെറോയിൻ കടത്താനുള്ള ശ്രമം BSF പരാജയപ്പെടുത്തി. 434 ഗ്രാം ഹെറോയിൻ പിടിച്ചെടുത്തതായി BSF. ഉത്തർപ്രദേശിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ബസ് ട്രക്കുമായി കൂട്ടിയിടിച്ച് അപകടം. 3 മരണം, 20 പേർക്ക് പരിക്ക്. മധ്യപ്രദേശിലെ ദാറിൽ വാഹനാപകടം. വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് 6 കാറുകൾക്ക് തീപിടിച്ചു. ആഗ്ര മുംബൈ ദേശീയപാതയിലാണ് അപകടം. ഒഡീഷയിലെ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ സുരക്ഷയ്ക്കായി പ്രത്യേക ബറ്റാലിയനെ ഏർപ്പെടുത്താൻ അനുമതി നൽകി മുഖ്യമന്ത്രി നവീൻ പട്നായിക്. 1290 ഉദ്യോഗസ്ഥരാകും പ്രത്യേക ബറ്റാലിയനിൽ ഉണ്ടാവുക. അസമിലെ സിൽച്ചാറിൽ പോലീസും BSFും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ 10 കോടി വിലമതിക്കുന്ന യാബ ടാബ്ലറ്റ് പിടികൂടി. 5 പേർ അറസ്റ്റിൽ. വാഹനം കസ്റ്റഡിയിലെടുത്തു. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞു വീണ് അപകടം. ഒരു തൊഴിലാളി മരിച്ചു. 4 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മുംബൈയിലെ സേനാപതി ബപ്പത്ത് മാർഗിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ തീപിടുത്തം. 30ഓളം ബൈക്കുകൾ കത്തിനശിച്ചു. ആളപായമില്ല. ഗോവയിലേക്ക് മംഗളൂരുവിൽ നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നു. ഈ മാസം 30-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. നടനും ചലച്ചിത്ര സംവിധായകനുമായ കമാൽ ആർ ഖാനെ മുംബൈയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ദുബായിലേക്ക് പോകാൻ മുംബൈ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അറസ്റ്റ്. പോലീസ് നടപടി 2016-ലെ കേസുമായി ബന്ധപ്പെട്ട്. രാജ്യാന്തര വാർത്തകൾ. 24 ജഡ്ജിമാരെ അപ്പീൽ ട്രൈബ്യൂണലുകളായി നിയമിച്ച് പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ സമർപ്പിക്കുന്ന അപ്പീൽ പരിഗണിക്കുന്നതിനായാണ് നിയമനം. തായ്വാന് ചുറ്റും വീണ്ടും ചൈനീസ് പ്രകോപനം. 4 ചൈനീസ് നാവിക കപ്പലുകളും 2 സൈനിക വിമാനങ്ങളും തായ്വാൻ അതിർത്തിയിലെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. യുക്രൈനിലെ തെക്കൻ ഒഡേസ മേഖലയിലെത്തിയ റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി യുക്രൈൻ സൈന്യം. 28 ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത്. US പ്രസിഡന്റ് ജോ ബൈഡനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കഴിഞ്ഞ മാസം കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് അയവില്ല. US അതിർത്തിയിൽ ചൈനീസ് ബലൂണിന്റെ സാന്നിധ്യത്തെ തുടർന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ബീജിംഗ് സന്ദർശനം മാറ്റിവെച്ചു. തുടർച്ചയായി 3 മാസം ശമ്പളം നൽകാൻ കഴിയാത്ത തൊഴിലുടമകൾക്കുള്ള എല്ലാ സേവനങ്ങളും നിർത്തിവെക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ശമ്പളം വൈകുന്നതിനുള്ള കാരണം വിശദീകരിക്കാൻ കമ്പനികൾക്ക് അനുവദിക്കുന്ന സമയപരിധി 10 ദിവസമാക്കി കുറച്ചു. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ ഷോപ്പിംഗ് മാളിൽ വെടിവെപ്പ്. ഒരാൾ കൊല്ലപ്പെട്ടു. 3 പേർക്ക് പരുക്ക്. ലബനനിലെ ഹിസ്ബുള്ള ലക്ഷ്യസ്ഥാനങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. വടക്കൻ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തൊടുത്തതിന് പിന്നാലെയാണ് നീക്കം. ദുബായിൽ കൂടുതൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കാനൊരുങ്ങി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. 762 പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് നിർമ്മിക്കുക. പൊതുഗതാഗത സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. സൗദിയിൽ താമസ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങളുടെ വാടക നൽകുന്നതിന് പുതിയ ക്രമീകരണം. ഇനി മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമേ വാടക നൽകാൻ കഴിയൂ. ഇടപാടുകൾ സുതാര്യമാക്കുന്നതിന്റെ തട്ടിപ്പുകൾ തടയാൻ വേണ്ടിയുമാണ് നടപടി. കുവൈത്തിൽ പണപ്പെരുപ്പം വർദ്ധിച്ചതായി റിപ്പോർട്ട്. ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം നവംബറിലെ ഉപഭോക്തൃ വില സൂചികയിൽ 3.79% വളർച്ച രേഖപ്പെടുത്തി. യുക്രൈന് വാഷിംഗ്ടണും നാറ്റോ സഖ്യകക്ഷികളും നൽകിയ ആയുധങ്ങളും വെടിക്കോപ്പുകളും നശിപ്പിച്ചതായി റഷ്യൻ സൈന്യം. ഫ്രഞ്ച് ക്ലൊട്ടയിൽ
ഷോർട്ട്സ് റേഞ്ച് വ്യോമ പ്രതിരോധ സംവിധാനവും നശിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നുവെന്ന് റഷ്യൻ മന്ത്രാലയം. സൗദിയിലെ വിദേശികളിൽ ഇന്ത്യക്കാരെ പിന്തള്ളി ബംഗ്ലാദേശ് പൗരന്മാർ. ആകെ ജനസംഖ്യയുടെ 15.8% പേരും ബംഗ്ലാദേശികളാണ്. 14.1% ഇന്ത്യക്കാർ. ചൈനയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 32ആയി. കിങ്ഹ്വായ് പ്രവിശ്യയിൽ 2 പേരെ കാണാതായതായി കിങ്ഹ്വായ് എമർജൻസി മാനേജ്മെന്റ് വിഭാഗം അറിയിച്ചു. പാകിസ്ഥാൻ പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 28,000 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അസംബ്ലി സീറ്റുകളിലേക്ക് 7,242 പുരുഷന്മാരും 471 സ്ത്രീകളും പത്രിക സമർപ്പിച്ചു. സെർബിയയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി പ്രതിപക്ഷ പ്രതിഷേധം. 8 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്, 38 പേരെ കസ്റ്റഡിയിലെടുത്തു. വടക്കൻ ഇറാഖിൽ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ. 26 കുർദിഷ് തീവ്രവാദികളെ വകവരുത്തിയതായി ഇറാഖ് സൈന്യം. ബിസിനസ് ന്യൂസ്. ഇംഗ്ലീഷ് ഫുട്ബോളിലെ വമ്പൻ ക്ലബ്ബുകളിൽ ഒന്നായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 25% ഓഹരികൾ ഇനി ലണ്ടൻ ആസ്ഥാനമായ ഇനിയോസ് ഗ്രൂപ്പ് ചെയർമാൻ ജിം റാറ്റ്ക്ലിഫിന് സ്വന്തം. വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായി അറിയിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഡിജിറ്റൽ പേയ്മെന്റ് സ്ഥാപനമായ പേടിഎമ്മിൽ നിന്ന് 1000-ലേറെ ജീവനക്കാരെ പിരിച്ചുവിട്ടു. പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്ന് കമ്പനി. ഓഹരി വിൽപ്പനയ്ക്കൊരുങ്ങി ഒല. IPO-യിലൂടെ 5,500 കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതോടെ IPO നടത്തുന്ന ആദ്യ ഇലക്ട്രിക് വാഹന സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന നേട്ടം ഒലയ്ക്ക് സ്വന്തമാകും. ക്രോം ബ്രൗസറിൽ പുതിയ അപ്ഡേറ്റുമായി പ്രമുഖ ടെക് കമ്പനി ഗൂഗിൾ. ഉപയോക്താവിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ അപ്ഡേഷൻ. ഉപയോക്താവിന്റെ പാസ്വേഡ് മറ്റെവിടെയെങ്കിലും ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമം നടന്നാൽ ഉടൻ തന്നെ അലേർട്ട് നൽകുന്ന ഫീച്ചറാണ് ഇത്. ചരക്ക് നീക്കത്തിലൂടെ കോടികളുടെ വരുമാനം ലക്ഷ്യമിട്ട് കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ചരക്ക് നീക്കം വഴി പ്രതിവർഷം ശരാശരി 50 കോടി രൂപയുടെ വരുമാനം നേടുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബഹിരാകാശ സുരക്ഷാ ഗൈഡ് പുറത്തിറക്കി നാസ. നടപടി സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി. ആഭ്യന്തര വിപണിയിൽ സജീവമാകാൻ കിങ്സ് ഇൻഫ്ര റെഡി ടു ഈറ്റ്. പുതിയ ഉൽപ്പന്നങ്ങളിലൂടെ ഉയർന്ന വിപണി വിഹിതം നേടാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് എന്നീ ബ്രാൻഡുകളുടെ പേരിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കും. സ്പോർട്സ് ന്യൂസ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ഒഡീഷ പഞ്ചാബ് FC പോരാട്ടം. മത്സരം രാത്രി 8 മണിക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശ്വാസ വാർത്ത. മധ്യനിര താരം വിപിൻ മോഹനന്റെ പരിക്ക് സാരമുള്ളതല്ലെന്ന റിപ്പോർട്ടുകൾ. വിപിന്റെ കാലിൽ പൊട്ടലുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് പരിശീലകൻ ഇവാൻ വുക്കുമനോച്ച്. ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ഹൈദരാബാദിൽ സജ്ജീകരിച്ച ടെന്നീസ് ബോൾ T10 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഉടമയായി തെലുഗു സൂപ്പർ താരം രാംചരൺ. മത്സരത്തിനായി തയ്യാറെടുക്കുന്ന ഹൈദരാബാദ് ടീമിന്റെ ഔദ്യോഗിക പ്രമോയും രാംചരൺ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. മലയാളി താരം മിന്നുമണി വീണ്ടും ഇന്ത്യൻ ടീമിൽ. ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പരയ്ക്കുള്ള 16-അംഗ സ്ക്വാഡിലാണ് മിന്നുമണി ഉള്ളത്. ഈ വർഷം ഇന്റർനെറ്റിലൂടെ ഏറ്റവുമധികം ആളുകൾ കണ്ട ഫുട്ബോൾ താരം ലിയോണൽ മെസ്സി. FB റെഫ് സ്റ്റാറ്റസാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഇന്ത്യയിലും ഏറ്റവുമധികം പേർ ഇന്റർനെറ്റിലൂടെ തെരഞ്ഞതും മെസ്സിയെയെന്നും റിപ്പോർട്ട്. ടൊവിനോ തോമസിനെ നായകനാക്കി നവാഗതനായ ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടു. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന പേരിട്ടിരിക്കുന്ന ത്രില്ലർ ചിത്രം ഫെബ്രുവരി 9 തിയേറ്ററുകളിൽ എത്തും. കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഗറിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. അനഘ LK, ശ്രുതി രാമചന്ദ്രൻ, രാജേഷ് മാധവൻ, ശോഭി തിലകൻ എന്നിവരും മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മോഹൻലാൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം മലൈക്കോട്ടെ വാലിബന്റെ പുതിയ പോസ്റ്റർ ഏറ്റെടുത്ത് ആരാധകർ. ജാനുവരി 25 റിലീസാകുന്ന ചിത്രത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. എമിറേറ്റ്സ് പ്രൊഡക്ഷൻസും മീഡിയ യൂണിവേഴ്സും ചേർന്ന് നിർമ്മിക്കുന്ന പൊറോട്ട നാടകം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങിയത്. മലയാളികളുടെ പ്രിയ താരം സഞ്ജു സാംസണിന്റെ ക്രിസ്മസ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ക്രിസ്മസ് ട്രീക്കൊപ്പം നിൽക്കുന്ന ചിത്രം സഞ്ജു തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്.
ബിജുക്കുട്ടൻ നായകനായെത്തുന്ന കള്ളന്മാരുടെ വീടെന്ന ചിത്രം പുതുവത്സരത്തിൽ തിയേറ്ററുകളിലെത്തും. സൈൻ അറോണിയാണ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. രജനീകാന്ത് പ്രധാന വേഷത്തിലെത്തുന്ന ഐശ്വര്യ രജനീകാന്ത് ചിത്രം ലാൽ സലാം പൊങ്കലിന് തിയേറ്ററുകളിലെത്തും. റിലീസ് തീയതി നീണ്ടേക്കുമെന്ന് റിപ്പോർട്ട്. വൈറൽ ട്രെൻഡ്സ്. ബോളിവുഡ് ദമ്പതികളായ രൺബീർ കപൂറിന്റെയും ആലിയ ഭട്ടിന്റെയും മകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത്. ക്രിസ്മസ് ദിനത്തിൽ മകൻ റാഹെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിക്കുന്ന വീഡിയോ വൈറലായി. ദീപാവലി സമയത്ത് ഓടിപ്പോയ ജൂലി എന്ന നായ വീട്ടിലേക്ക് തിരിച്ചെത്തിയ വീഡിയോ കരളലിയിപ്പിക്കുന്നതാണ്. തന്റെ ഉടമയെ കണ്ട സന്തോഷവും കുടുംബവുമായുള്ള കണ്ടുമുട്ടലുമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. ദൈവം പ്രത്യക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ സിനിമകളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ ആരാധനാലയത്തിൽ വിശ്രമിക്കുന്ന ഭക്തയെ കൃഷ്ണന്റെ വേഷത്തിലെത്തി സന്തോഷിപ്പിക്കുന്ന ഒരു വീഡിയോ കൗതുകം നിറയ്ക്കുകയാണ്. തിരിച്ചു കിട്ടാത്ത കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രസകരമായ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ കൊതിയാകുന്നുവെന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ. കുളിച്ച് സുന്ദരിയാകുന്ന ഒരു കുട്ടിയാനയെ കാണാമിനി. അനുസരണയോടെ മുടി ചീകാൻ നിന്നുകൊടുക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ. ഫാക്ട് ചെക്ക്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുണ്ടായ പ്രളയത്തിന്റേത് എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. യഥാർത്ഥത്തിൽ മൊറോക്കോയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ദൃശ്യങ്ങളാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ജമ്മുകശ്മീരിലെ കിഷ്ത്വറിൽ ഭൂചലനം. 3.7 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടങ്ങളില്ല. മലേഷ്യയിൽ കനത്ത മഴ. വെള്ളപ്പൊക്കത്തെ തുടർന്ന് 9,000-ലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 121 ക്യാമ്പുകൾ തുറന്നു. ചൈനയിൽ JN1 മരണനിരക്ക് വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. രാജ്യത്തെ ആശുപത്രികൾ രോഗബാധിതരെ കൊണ്ട് നിറഞ്ഞെന്നും സൂചനകൾ. നൈജീരിയയിൽ സായുധ സംഘങ്ങൾ നടത്തിയ ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരുക്കേറ്റു. ഗസ മുനമ്പിൽ ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഇസ്രായേൽ നടത്തുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പരാമർശം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ജമ്മുകശ്മീർ പൂഞ്ചിലെ പ്രധാന മാർക്കറ്റിൽ തീപിടുത്തം. 3 നിലകളുള്ള ചെരുപ്പുകട കത്തിനശിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. കിഴക്കൻ ഡൊണക്സ് മേഖലയിലെ മാരിങ്ക പട്ടണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം റഷ്യൻ സൈന്യം നേടിയെന്ന വാർത്ത നിഷേധിച്ച് യുക്രൈനിയൻ സൈനിക വക്താവ് ഒലക്സാണ്ടർ സ്തുപിൻ. നിലവിൽ മാരിങ്കയുടെ നിയന്ത്രണം യുക്രൈൻ സൈന്യത്തിന്റെ കയ്യിലാണെന്നും യുക്രൈനിയൻ സൈനിക വക്താവ്. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഇതുവരെ 20,674 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗസ ആസ്ഥാനമായുള്ള ആരോഗ്യ മന്ത്രാലയം. 54,536 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും കണക്കുകൾ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.